വിളയിൽ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് മൊബൈൽ ഫോൺ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യം ചില ടൂളുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അത് നമുക്ക് കാണാം. സ്ക്രൂ ഡ്രൈവർ, എല്ലാവർക്കും അറിയാം സ്ക്രൂ ഡ്രൈവർ. അതേപോലെ തന്നെ സ്ലൈഡർ, നമ്മൾ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് സ്ലൈഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് സ്ലൈഡർ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ സ്ലൈഡറിൻ്റെ മറ്റൊരു ടൂളാണ്. നമുക്ക് സ്ട്രിപ്പുകളും മൊബൈലിൻ്റെ ബാക്കിലുള്ള സ്ട്രിപ്പുകളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡർ ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് ബ്ലോവർ, നമ്മൾ ഡിസ്പ്ലേ ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ, ഫോണിൽ നിന്നും ഹീറ്റ് ആക്കിയിട്ട് ഡിസ്പ്ലേ സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സർവീസ് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് ഉണ്ടാകേണ്ട ഒരു ടൂളാണ് മൾട്ടിമീറ്റർ. മൾട്ടിമീറ്ററിൻ്റെ ഉപയോഗം അനവധിയാണ്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള രണ്ട് ഉപയോഗങ്ങളെന്ന് പറഞ്ഞുതരാം. ഒന്ന് റെസിഡൻസ് ഉപയോഗിക്കുക, റെസിഡൻസ് കണ്ടിന്യൂറ്റി ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൾട്ടിമീറ്ററിൻ്റെ ഈ പ്രധാനമായിട്ടുള്ള ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വോൾട്ട് അളക്കാൻ വേണ്ടിയിട്ട്, DC വോൾട്ട് അളക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഭാഗങ്ങൾ ഉപയോഗിക്കുന്നത്. ഇതാണ് മൊബൈലിൻ്റെ ആവശ്യത്തിന്, മൊബൈൽ ഫോൺ സർവീസിൻ്റെ ആവശ്യത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഒരുപാട് ഫങ്ഷൻസ് വേറെ ഉണ്ട്. അപ്പോൾ മൾട്ടിമീറ്ററിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യുന്നതാണ്, അതിൽ ഞാൻ വിശദമായി പറയും. പെട്ട ടൂളാണ് സോൾഡറിങ് അയൺ എന്ന് പറയുന്നത്. നമ്മൾ ലെഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് മൊബൈലിൻ്റെ ബോർഡുകളിലും മറ്റും കണക്ഷൻസൊക്കെ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ സോൾഡർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നതാണ് സോൾഡറിങ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ സോൾഡറിങ് അയൺ പരിചയപ്പെട്ടു. ഇതാണ് സോൾഡറിങ് വയർ. സോൾഡറിങ് അയൺ ഉരുക്കി PCB ബോർഡിൽ ഉപയോഗിക്കുന്ന സോൾഡറിങ് വയറാണിത്. ഇനി ഇതാണ് PCB സ്റ്റാൻഡ്. PCB ബോർഡ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. PCB ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ PCB സ്റ്റാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതാണ് DC പവർ സപ്ലൈ. അതായത് AC പവറിൽ നിന്നും മൊബൈലിന് ആവശ്യമായ പവർ DC ആക്കിയിട്ട് മൊബൈലിന് സപ്ലൈ ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഇത്. ഇത് സോൾഡറിങ് റിമൂവർ എന്ന് പറയും. നമ്മൾ സോൾഡറിങ് ചെയ്ത ഭാഗങ്ങൾ തെറ്റിപ്പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ലെഡ് നീക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. ഇതൊരു എയർ സിസ്റ്റമാണ്. മറ്റൊരു ഉപകരണമാണ് ബൂസ്റ്റർ, ബാറ്ററി എലിമിനേറ്റർ എന്നും ഇതിന് പറയാറുണ്ട്. അപ്പോൾ ഈ ബൂസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വോൾട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ ഡീവോൾട്ട് ആയത്, അതായത് ഡിസ്കണക്റ്റ് ആയിട്ടുള്ള ബാറ്ററികളൊക്കെ ഉണ്ടല്ലോ, ആ ബാറ്ററിയൊക്കെ ബൂസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് ഈ ബൂസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ പ്രധാനപ്പെട്ട ഈ ടൂളുകളൊക്കെ നിങ്ങൾ പരിചയപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ടൂളുകളുണ്ട്, എങ്കിലും ഞാൻ ഈ പ്രധാനപ്പെട്ട കുറച്ച് ടൂളുകൾ മാത്രമേ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ടൂളുകളായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും സൈൻ ഔട്ട്.